തീർച്ചയായും ഏതായാലും ഇന്നലെയാണ് തെക്കൻ ലെബനിലേക്ക് ഇസ്രായേലിന്റെ കമാൻഡോകൾ കടന്നു കയറിയത്. അവിടെ 25ഓളം ഗ്രാമങ്ങൾ ഇതിനകം ഒഴിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ വിഭാഗം പ്രഖ്യാപിച്ച സാഹചര്യം കൂടിയുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചാണെന്നും പരിമിതമായ കരയുദ്ധമാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നും ഇസ്രായേൽ പറഞ്ഞ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. അതിനുശേഷമാണ് ഈ ലെബനൻ ഭൂമിയിലേക്ക് ഇസ്രായേലിന്റെ കരസൈന്യം കടന്നു കയറിയത് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന് നേരെ ഇത്തരത്തിൽ ആക്രമണം, മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത് എന്നുകൂടി ചേർത്ത് വെക്കണം. അത് ഇറാൻ പലതവണ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു തരത്തിലും കരയുദ്ധം ആരംഭിക്കരുത്, ഹിസ്ബുള്ളയെ അടക്കം ലെബനെ ആക്രമിക്കുന്നതടക്കം നിർത്തിവെക്കണം എന്ന് പല രാജ്യങ്ങളും പശ്ചിമ രാജ്യങ്ങളും ഇത്തരത്തിൽ ഗൾഫ് കൺട്രീസ് ഒക്കെ ഇത്തരത്തിൽ ആവശ്യപ്പെട്ട പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. പക്ഷെ അതൊന്നും ഇസ്രായേൽ കാര്യമാക്കിയിരുന്നില്ല. തുടർന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ 200ഓളം മിസൈലുകൾ തുടർച്ചയായി വർഷിക്കുകയാണ് ഇറാൻ. ജോർദാന് മുകളിലൂടെയാണ് ഈ മിസൈലുകൾ ടെൽ അവീവിലേക്കും മറ്റും എത്തിച്ചേർന്നത്. പക്ഷേ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ചു എന്നാണ്. എങ്കിലും ടണലുകളിലേക്കും ബങ്കറുകളിലേക്കും മറ്റും മാറാൻ ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഭയചകിതരായിരുന്നു കുറെ നേരം ഇസ്രായേൽ ജനത. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. متوقف هذا متوقف في اشياء بتموت في اشياء لا ولد جمر وحدنا والله هذا تبع قوات ليش هبط كلهم يعطون ورا بعض Getting out of here. Oh my god. Getting out of here. Oh my god. Getting out of here. Oh my god. Getting out of here. Getting out of here. Oh my god. മിസൈലുകൾ തുടർച്ചയായി തൊടുത്തു ഇറാൻ ഇസ്രായേലിന് നേരെ എന്നുള്ളതാണ്. ഇസ്രായേലിനെ അമ്പരപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു, സംശയമില്ല, ഇസ്രായേലിനെ അമ്പരപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ആക്രമണം. അമേരിക്ക അടക്കം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. നമുക്കറിയാം ഇറാന്റെ ചുറ്റുവട്ടത്ത് അമേരിക്കൻ പ്രതിരോധ സംവിധാനമുണ്ട്. അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ ഇറാന്റെ കടലിടുക്കിൽ തന്നെ ഉണ്ട്. അവിടെ നിന്ന് ഇറാന് മുന്നറിയിപ്പായി ചില നടപടികൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും യൂറോപ്യൻ യൂണിയൻ അടക്കം ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു മേന്മ കൊണ്ട് മാത്രമാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരുന്നത്. പക്ഷേ മറ്റെന്തൊക്കെ തരത്തിലുള്ള നഷ്ടങ്ങൾ ടെൽ അവീവിലും മറ്റും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതിശക്തമായ ആക്രമണം ഉണ്ടാകുന്നു. അത് ഈ പറഞ്ഞ ഇസ്രായേലിനെ അല്പനേരത്തേക്കെങ്കിലും ഭയചകിതരാക്കുന്നു. ജനങ്ങൾ ബങ്കറുകളിലേക്കും മറ്റും മാറേണ്ട പശ്ചാത്തലമുണ്ടാകുന്നു. ഇന്ത്യൻ എംബസിയും പ്രധാനമായും ഒരുപാട് മലയാളികൾ, ഇന്ത്യക്കാരുള്ള ഒരു പ്രദേശമാണ്. ഇന്ത്യൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ്. ഇറാൻ വലിയ വില നൽകേണ്ടി വരും എന്നാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ജാഫയിൽ മരണം 8 എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, ഇതിനുള്ള മറുപടി കൊടുക്കും. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിന്റെ അർത്ഥം എത്രയും വേഗം തന്നെ ഒരു തിരിച്ചടി, അനന്തര ഫലങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ടെൽ അവീവ്
തെൽഅവീവിന് സമീപം ജാഫയിലുണ്ടായ വെടിവെപ്പിൽ മരണം 8 എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 10ഓളം പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. മലയാളികളടക്കം സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് വിവരം. താൽക്കാലികമായി അടച്ച ഇസ്രായേൽ വ്യോമപാത തുറന്നിട്ടുണ്ട്. വെടിനിർത്തൽ അനിവാര്യമെന്ന് UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ വിക്ഷേപിച്ചതിന് പിന്നാലെ ലബനനിൽ ആഹ്ലാദ പ്രകടനം തെരുവിൽ നടന്നിരുന്നു. ബെയ്റൂട്ടിൽ ആളുകൾ പടക്കം പൊട്ടിച്ച് ഇത് ആഘോഷിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് ഇസ്രായേലിനുള്ള ശക്തമായ പ്രതികരണമാണ്, ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് എന്നാണ് ഇറാൻ പറഞ്ഞത്. തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. യഥാക്രമം എല്ലാം നടപ്പിലാക്കി എന്നും പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹപ്രവർത്തനം നടത്താൻ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇറാൻ പറയുന്നത്. രഞ്ജിത്ത്, ഈ അമേരിക്ക എല്ലാ കാലത്തും ഇസ്രയേലുമായി അത്തരത്തിലേക്കുള്ള നയതന്ത്ര ബന്ധവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ പോലുമുള്ള ബന്ധമുള്ള രാജ്യം തന്നെയാണ്. അമേരിക്കയുടെ പിന്തുണ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ അമേരിക്ക അടക്കം നേരത്തെ പറഞ്ഞിരുന്നത് ഒരു വെടിനിർത്തലിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം പലതവണ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് മുന്നിൽ അഭ്യർത്ഥന വെച്ചിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം ഗസയുമായി കഴിഞ്ഞ ഹമാസുമായിട്ടുള്ള യുദ്ധം ഏകദേശം വിജയിച്ചു എന്ന് തന്നെ മട്ടിൽ തന്നെ പറയാം. പ്രതിരോധത്തിന് വല്ലാതെ ഗസയിൽ നിന്നുള്ള ഹമാസിന്റെ പ്രതിരോധം വല്ലാത്ത തരത്തിൽ ദുർബലമായി തീരുകയും നിരവധി 40,000-ലേറെ ആളുകൾ കൊല്ലപ്പെടുകയും പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ അപ്പാടെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം വന്നത്. അവിടെ ഹമാസിനെ നേരിടുന്നത് പോലെ അത്ര എളുപ്പത്തിലുള്ള ഒരു സംവിധാനമല്ല ഹിസ്ബുള്ള എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്റ്റേറ്റിനുള്ളിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം പോലെ തന്നെ അവർക്ക് പ്രത്യേകമായ സൈനിക സംവിധാനവും ആയുധ ശേഖരവും ഒക്കെയുള്ള വിശാലമായ ഒരു സംവിധാനമാണ്. എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സൈന്യം നിൽക്കുന്നത് ആ തരത്തിലേക്കുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സംഘടനയാണ്. അത്തരമൊരു സംഘടനയെ നേരിടുമ്പോൾ അത്ര എളുപ്പത്തിൽ നേരിടാൻ കഴിയില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഇത്തരം സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നിലവിൽ ഇറാന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെ കാര്യമായ പിന്തുണയില്ലാതിരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു അത്തരമൊരു ആക്രമണത്തിന് മുതിർന്നത്. ഒരേ സമയം ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ശത്രുക്കളെയും ഹമാസിനെയായാലും ഹിസ്ബുള്ളയായാലും ഹൗദികളെയായാലും മൂന്നുപേരെയും ഒരേ സമയം നേരിടുക, മൂന്നുപേരെയും പൂർണ്ണമായും തകർത്തുകൊണ്ട് ഇസ്രയേൽ തനിക്ക് തൻ്റെ പ്രധാനമന്ത്രി പദത്തിന് ഏൽക്കുന്ന വെല്ലുവിളിയെ മറികടക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്നിലുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ യുദ്ധങ്ങൾക്ക് പിന്നിലുണ്ട് എന്നതുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു അരക്ഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലെബനന്റെ ക്യാപിറ്റലായ ബെയ്റൂട്ടിൽ 5 തവണ ഇസ്രയേൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് AFP തന്നെ, ആ വാർത്താ ഏജൻസി തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലെബനന്റെ ഡിഫൻസ് ഫോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് AFP വാർത്ത സ്ഥിരീകരിക്കുന്നത്. പലതവണ അവിടുന്ന് ആളുകളോട് ബെയ്റൂട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആവർത്തിച്ച് ഇങ്ങനെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത ഒരു ആക്രമണത്തിലേക്ക് എങ്ങനെയാണോ ഗസയിൽ ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇസ്രയേൽ നടത്തിയത് ഒഴിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശങ്ങൾ പലതോടും നൽകുക, അതിനുശേഷം ആ നഗരത്തെ അപ്പാടെ തകർക്കുന്ന രീതിയിലേക്ക് ഷെല്ലാക്രമണവും ബോംബിംഗ് ആക്രമണം മിസൈൽ ആക്രമണവും എല്ലാം ഒരേ ഘട്ടത്തിൽ തന്നെ നടത്തുക, അത്തരം ഒരു രീതിയിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടുമുണ്ട്. ആ തരത്തിലേക്ക് ഇസ്രയേലും തിരിച്ചടിക്കാൻ തന്നെയാണ് സാധ്യതയെങ്കിൽ മറ്റ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന്റെ നേതൃത്വത്തിൽ അത്തരത്തിലേക്കൊരു പ്രത്യാക്രമണം അവിടെ നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കടുത്ത അരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു പശ്ചിമേഷ്യ ഇത്തരത്തോളം അരക്ഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയും പൂർണ്ണമായും ഒരു യുദ്ധത്തിലേക്കാണ് അത് നീങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും അത് പശ്ചിമേഷ്യയുടെ ആകെ സമാധാനത്തെയും ലോക ട്രേഡിനെയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അത്തരം വിഷയത്തിന് അനുകൂലമായൊരു നിലപാടിലേക്ക് അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ അടക്കം പോകാനുള്ള സാധ്യതയും ഒരു പരിധിക്കപ്പുറം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത്തരമൊരു അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അത്ര എളുപ്പത്തിൽ ഹിസ്ബുള്ളയെ അങ്ങനെ എളുപ്പത്തിൽ ഹമാസിനെ നിലംപരിശാക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഹിസ്ബുള്ളയെ നിലംപരിശാക്കാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലാണ് ലോകത്താകമാനമുള്ള യുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച നിരീക്ഷകരൊക്കെ പറയുന്നത്. ആ തരത്തിലേക്കുള്ള ആയുധ സംവിധാനങ്ങളും അത്യാധുനിക ആയുധങ്ങളുടെ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഏത് യുദ്ധത്തിനും വിജയിക്കാൻ ഏറ്റവും പ്രധാനം ഗ്രൗണ്ടിൽ എത്ര പട്ടാളക്കാരുണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ എത്ര പേർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ആയുധ ശേഷി പോലെ തന്നെ പ്രധാനമാണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വൻ ശേഷിയുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് ആ തരത്തിലേക്കുള്ള സംവിധാനങ്ങളുണ്ട്. അത്തരം ഒരു രാജ്യത്തിനുള്ളിൽ ഇറാനുള്ളിൽ നിന്ന് അത്തരം ഒരു പിന്തുണ ഹിസ്ബുള്ളയ്ക്കും ഇറാൻ ഭരണകൂടത്തിന് ലഭിക്കരുത് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയോട് ഇറാൻ ഭാഷയിലേക്ക് അത് വിവർത്തനം ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബിൽ വഴി ഒരു വീഡിയോ സന്ദേശം അയച്ചിരുന്നു. അതിൽ അദ്ദേഹം
പ്രധാനം അദ്ദേഹം ആദ്യം അഭിസംബോധന ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും കുലീനരായ മനുഷ്യരെ എന്നാണ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തത്. പക്ഷേ അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഭരണകൂടം നിരന്തരം ഇത്തരം ഭീകരർക്കെതിരെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പണം, നിങ്ങളുടെ ആശുപത്രി, നിങ്ങൾക്ക് ചികിത്സയ്ക്കുള്ള പണം, ഇതെല്ലാം അനാവശ്യ സംഘടനകൾക്ക് വേണ്ടി, അനാവശ്യ യുദ്ധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. നിങ്ങളുടെ രാജ്യത്തിൻ്റെ പണം എടുത്ത് ഇങ്ങനെ ചെലവഴിക്കുകയാണ്. അതിന് ഒരു സമാധാനം ഉണ്ടാവും, നിങ്ങളെ മോചിപ്പിക്കും ഞങ്ങൾ. പേർഷ്യക്കാരും യഹൂദന്മാരും ഇനി സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു കാലം വരും എന്നുള്ള ഇറാനിലെ ജനതയെ പൂർണ്ണമായും ഇറാൻ സർക്കാരിന് എതിരായ ഒരു നീക്കത്തിലേക്ക് തന്നെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ്, ഒരു നയതന്ത്ര നീക്കം കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ നടത്തിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ളത് ഏത് നിമിഷവും അത്തരം ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നത് കൃത്യമായി തന്നെ നെതന്യാഹുവും അല്ലെങ്കിൽ ഇസ്രായേലും തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഇനിയിപ്പോൾ ഈ യുദ്ധത്തിന്റെ ഈ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം തുടങ്ങിയിട്ട് കുറെ നാളുകളായി. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേൾക്കുന്ന വാർത്തകൾ ഇസ്രായേൽ വിവിധ രാജ്യങ്ങളിൽ, ലെബനൻ അടക്കമുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നതായിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടിരുന്നു. നേരത്തെ ഗാസയിൽ ഏതാണ്ട് പൂർണ്ണമായും ഗാസയെ തകർത്തുകൊണ്ടുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെ ആക്രമിച്ച് ഇറാൻ എന്ന വാർത്തകളാണ് ഇന്നലെ രാത്രി മുതൽ പുറത്തു വന്നത്. ഏതാണ്ട് 200ഓളം മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. അതും ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട ആക്രമണമാണ്. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. പക്ഷേ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് ഈ മിസൈലുകളെ പൂർണ്ണമായും പ്രതിരോധിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം അത്രത്തോളം മികച്ചതായതുകൊണ്ട് മാത്രമാണ് കാഷ്വാലിറ്റീസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത്. 200ഓളം മിസൈലുകൾ തങ്ങൾ തൊടുത്തു എന്ന കാര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വന്നത്. ജോർദാനിലെ നഗരങ്ങൾക്ക് മുകളിലൂടെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈലുകൾ നീങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. ഇതാണ് ഇന്നലെ പുറത്തു വന്ന ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. Okay, guys, we got to get off the roof. These are coming down right next to us here. ده المطار، دخل المطار. انت تشوف المسافه قريبه ده مطارنا، دخل يا ولاد. ده مطار، ده مطارنا، دخل. ده المطار ده يمنع عن تحرك 200 المطار. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ വിമാനത്താവളങ്ങൾ അടച്ചു. ജോർദാനിൽ വ്യോമഗതാഗതം നിർത്തിവെച്ചിരുന്നു. നേരത്തെ നമുക്കറിയാം ഇസ്രായേലിലെ US എംബസി ജീവനക്കാർക്ക് അമേരിക്കയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു, സുരക്ഷിതമായി ബങ്കറുകളിലേക്ക് മാറണമെന്നത്. ഇന്ത്യക്കാർക്കും സമാനമായ നിർദ്ദേശമുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഷെൽട്ടറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്നും ഇസ്രായേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നുമാണ്. ഇന്ത്യക്കാർക്ക് ഒരുപാട് മലയാളികളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കണം. പക്ഷേ ആർക്കും പരിക്കേൽക്കുകയോ മരണമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. US പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ദേശീയ സുരക്ഷാ കൗൺസിലുമായി വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേർന്നു. ഇസ്രായേലിനെ സഹായിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇതിനിടയിലാണ് ടെൽ അവീവിൽ അക്രമികൾ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു എന്ന വാർത്തയും പുറത്തുവന്നത്. സംഭവത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവന്നത്. 4 ആക്രമികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇത് ഭീകരാക്രമണമാണെന്ന് പിന്നീട് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയുണ്ടായി. المطار ده يمنع عن تحرك 200 المطار.
നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏതാണ്ട് 200ഓളം മിസൈലുകളാണ് തുടർച്ചയായി ഇറാൻ ഇസ്രായേലിലേക്ക് വർഷിച്ചത്. ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന ഏറെ വിനാശകരമായ മിസൈലുകളായിരുന്നു അത്. പക്ഷേ ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം കാര്യമായി ഉപയോഗിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് ഇസ്രായേൽ അത് പൂർണ്ണമായും പ്രതിരോധിക്കായിരുന്നു. നേരത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു പൂർണ്ണമായും ബങ്കറുകളിലേക്ക് മാറണം എന്നതിന്. അതിനാൽ തന്നെ നാശനഷ്ടങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വലിയ തോതിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും മനസ്സിലാകുന്നുണ്ട്. ഏതായാലും യുദ്ധം ആസന്നമാണ്. കാരണം കരയുദ്ധം ലബനനിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന്റെ മുന്നറിയിപ്പുണ്ട്. ഇറാന് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. തിക്തഫലങ്ങൾ ഉണ്ടാകും, എത്രയും പെട്ടെന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ആർ കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ അല്പസമയത്തിനകം എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വലിയ തോതിലുള്ള ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇറാന് നേരെ നമുക്കറിയാം നേരത്തെ ഗാസയിൽ എങ്ങനെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തി ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയത് എന്നുള്ളത്. പിന്നീട് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവന്മാരെയൊക്കെ ഇസ്രായേൽ വധിക്കുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇസ്രായേൽ ഹിസ്ബുള്ളയെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പറയുന്നു. ലബനനിൽ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. കരയുദ്ധം തുടങ്ങിയാൽ പിന്നെ സർവനാശമായിരിക്കും ഫലം. നമുക്കറിയാം അത്രത്തോളം വിനാശകരമായ ആയുധങ്ങളും യുദ്ധമുറകളുമാണ് ഇസ്രായേൽ എപ്പോഴും തങ്ങളുടെ ശത്രുക്കളെ തകർക്കാനായി ഉപയോഗിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാന് ഈ ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ. അത്തരത്തിൽ ഇറാൻ ആക്രമിക്കുന്നു. ഇപ്പോൾ ഇറാനെ കൂടി തിരിച്ചടിക്കാനായി ഇസ്രായേൽ ഒരുങ്ങുകയാണ്. അതിന് അമേരിക്കയുടെ സഹായമുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ വരുന്ന പുതിയ വിവരമനുസരിച്ച് അമേരിക്ക ഇതിനകം തന്നെ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ ഇസ്രായേലിനായി ഒരുക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇറാനിലേക്ക് ചില തരത്തിലുള്ള ഹമാസ് ഹിസ്ബുള്ള മേധാവികളുടെ വധത്തിന് പകരമാണ് ഇത് എങ്കിൽ പോലും ഇസ്രായേലിലേക്ക് ഡസനോളം ഇന്റർസെപ്റ്ററുകൾ തൊടുത്തതായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലിൽ നിന്ന് 1 ഡസനോളം ഇന്റർസെപ്റ്ററുകൾ തൊടുത്തതായി പെന്റഗൺ അറിയിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണത്തിന്റെ തിക്തഫലങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരും എന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ആർ കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കിരണ്, യുദ്ധം ഏതാണ്ട് അതിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് മാറുകയാണ് എന്ന് മനസ്സിലാകുന്നു. ഇതുവരെ ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് എങ്കിൽ ഇസ്രായേലിന് തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ടെല്ലവീവിലും ജോർദാനിലും മറ്റും മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. പക്ഷേ കാഷ്വാലിറ്റീസ് സംഭവിച്ചിട്ടില്ല. പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളാണ് നിർണായകം, അല്ലേ? രഞ്ജിത്തെ, അങ്ങനെ തന്നെയാണ്. പശ്ചിമേഷ്യ കഴിഞ്ഞ കുറേ കാലമായി അശാന്തമായി നിൽക്കുകയാണ്. ഹമാസുമായിട്ടുള്ള യുദ്ധമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് നേരിട്ട് ഒരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് അത് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളിലേക്കും, അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇറാൻ ഇന്നലെ തിരിച്ചടിച്ചിരിക്കുന്നു. ഇതുവരെയും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നായിരുന്നു അത്തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടായെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇസ്രയേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടാണ് ആക്രമണം ഉണ്ടായത്. അത് അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഇറാൻ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. തുടർച്ചയായി അടിച്ചുകൊണ്ടിരുന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളത്. പ്രധാനമായും ഹിസ്ബുള്ള കമാൻഡർ നസറുള്ളയുടെ വധവും അതോടൊപ്പം തന്നെ ഇറാൻ സൈനിക കമാൻഡറുടെ വധവും ഇറാനെ സ്വാഭാവികമായും ചൊടിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു അവസ്ഥയിൽ തന്നെയാണ് അത്തരമൊരു തിരിച്ചടി ഉണ്ടായത്. എന്നാൽ ഈ തിരിച്ചടി കൊണ്ട് വലിയ തോതിൽ ഇവരുടെ മിസൈൽ സംവിധാനത്തെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഏകദേശം ആകെ വന്ന മിസൈലുകൾ 90% മിസൈലുകളും അവരുടെ അയൺ ഡോം സംവിധാനത്തിലൂടെ തകർക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. എന്നാൽ മറിച്ച് ഇറാൻ അവകാശപ്പെടുന്നത് അങ്ങനെയല്ല. 90% മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ പതിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഇന്നലെ ഇസ്രയേലിൽ വെടിവെപ്പുണ്ടായത്. ഇസ്രയേലിൽ വെടിവെപ്പിൽ 8 പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 അക്രമികളെ പോലീസ് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അങ്ങനെയും ഒരു ആക്രമണമുണ്ട്. ഇതിന്റെ എല്ലാം ശക്തമായ തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അടക്കം
അറിയിച്ചിട്ടുണ്ട്. ഡാനിയേൽ ഹഗോരി പറഞ്ഞത് അതിശക്തമായ രീതിയിലുള്ള പ്രത്യാഘാതം ഇറാൻ നേരിടേണ്ടി വരും, അതിന് തയ്യാറായിക്കൊള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ശക്തമായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എല്ലാ വിദേശ പൗരന്മാരുടെ ഇന്ത്യക്കാരടക്കം എല്ലാ പൗരന്മാർക്കും ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങരുത്, അല്ലെങ്കിൽ സുരക്ഷിത കേന്ദ്രങ്ങൾ തന്നെ തുടരണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ബോംബാക്രമണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണത്തിൽ ഏതെങ്കിലും തരത്തിൽ മരണം ഇതുവരെയും ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നിരവധി പേർക്ക് പരിക്കും കെട്ടിടങ്ങൾക്കടക്കം അപകടത്തിലായ അവസ്ഥയടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഇനിയും വരുന്ന മണിക്കൂറുകളിൽ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ അതിശക്തമായ ഒരു യുദ്ധ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ കൂടുതൽ അശാന്തമാകുന്നു എന്നുള്ള ചിത്രം തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. ഇറാൻ ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ പോലൊരു രാജ്യത്തിനെതിരെ തിരിച്ച് പ്രത്യാക്രമണത്തിന് ഇറാൻ തയ്യാറായെങ്കിൽ അവർ കൂടുതൽ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഉണ്ടാവുന്നത്. ലോകരാജ്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു മറ്റ് ഹിസ്ബുള്ള അടക്കമുള്ള ഇവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തൽക്കാലം ഒരു വെടിനിർത്തലിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് ഇസ്രായേൽ ആക്രമണം തുടരുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇറാനും അത്തരത്തിലേക്കുള്ള ഒരു പ്രത്യാക്രമണവുമായി ഇറാനും രംഗത്ത് വന്നിരിക്കുന്നു. സ്വാഭാവികമായും പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളടക്കം ഇത്തരം ഈ യുദ്ധത്തിലേക്ക് പങ്കുചേരാനുള്ള സാധ്യതയും കൂടുതലാണ്. യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങൾ യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് ഇറാനും ഇസ്രായേലും ഗസയും മാത്രമല്ല ലെബനനടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. ലെബനിൽ നിന്ന് ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകളാണ് സിറിയയിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 7 ശേഷം സിറിയയിലേക്ക് പോയതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. അത്രത്തോളം ആളുകൾ രാജ്യത്ത് ഇത്തരമൊരു വലിയ യുദ്ധത്തിലേക്ക് ഈ രാജ്യങ്ങളെല്ലാം നീങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. വലിയ തോതിൽ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾ സമീപത്തെ രാജ്യങ്ങളിലേക്ക് കടക്കുന്നത്. ജീവനും സ്വത്തിനും അടക്കം അപകടമുണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് കടക്കുന്നത്. എന്തായാലും കടുത്ത ഒരു അരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത്. ഇതാണ് സാഹചര്യം. ഏതായാലും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഇറാനിലേക്ക് ഉടനെ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയുടെ പിന്തുണ പൂർണ്ണമായും ഇസ്രായേലിന് ലഭിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഏതായാലും യുദ്ധം അതിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് മാറിയാൽ എത്രത്തോളം അശാന്തിയാകും ഈ പശ്ചിമേഷ്യയിൽ സംഭവിക്കുക എന്ന കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുകൂടി ചേർത്ത് വെക്കണം. ഇന്നലെ 200ഓളം മിസൈലുകൾ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ വലിയ ഒരു നാശനഷ്ടത്തിൽ ഇസ്രായേൽ രക്ഷപ്പെട്ടത് എന്നുകൂടി മനസ്സിലാക്കണം. അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് മിസൈലുകളെ പ്രതിരോധിച്ചുവെങ്കിൽ പോലും എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ പുറം ലോകത്തിന് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കിരൺ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിസ്ബുള്ളയെ തകർക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അവിടെ തന്നെയാണ് അപ്പോൾ തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം നിർത്തണം എന്നും തങ്ങൾ തിരിച്ചടിക്കും എന്നും. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇതിപ്പോൾ ലോകക്രമത്തിലുണ്ടാക്കുന്ന നിരവധിയായ മാറ്റങ്ങൾ കൂടിയുണ്ട്. അമേരിക്ക പൂർണ്ണ പിന്തുണയോടുകൂടി ഇസ്രായേലിനൊപ്പമുണ്ട്. യൂറോപ്യൻ യൂണിയനും ഇറാന്റെ ബാലിസ്റ്റിക് ആക്രമണത്തെ പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ തേടിയാണ് ഇസ്രായേലിന്റെ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. ഇതിനിടയിൽ ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്ന് US വിശദീകരിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. ഏതായാലും ലബനൻ, ഇറാഖ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾ വ്യോമപാതകൾ അടച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഏതാണ്ട് യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ പ്രദേശത്തുള്ളത് എന്ന് മനസ്സിലാക്കണം. യുദ്ധം വരുമ്പോഴൊക്കെയാണ് വ്യോമപാതകൾ അടയ്ക്കുകയും ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ശ്രീ സജിമോൻ ആന്റണി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. ഗുഡ് മോർണിംഗ് ശ്രീ സജിമോൻ ആന്റണി. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കണ്ടത് ഒരു വലിയ ആക്രമണമാണ്. അതിപ്പോൾ ഇറാൻ ഇത്രയധികം ധൈര്യം വളരെ പെട്ടെന്ന് ഇസ്രായേലിന് നേരെ കാണിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം അമേരിക്കയുടെ വലിയ പിന്തുണ ഇസ്രായേലിനുണ്ട്. യൂറോപ്യൻ യൂണിയൻ അടക്കം ഇസ്രായേലിനെ പിന്തുണച്ചു വന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഇറാൻ ഇത്ര വലിയ ഒരു ആക്രമണത്തിലേക്ക് കടന്നത്. എന്ത് കരുതണം? ഒരു യുദ്ധം ആസന്നമാണ് എന്ന് തന്നെയാണോ? തീർച്ചയായും ആ മേഖലയിൽ സംഘർഷം വളരെ കലുഷിതമാണ്. ഓരോ മൂവ്മെന്റും, നമ്മൾ സംസാരിക്കുന്ന ഓരോ മൂവ്മെന്റിലും തന്നെ ഈ ഒരു യുദ്ധം ഒരു പ്രത്യേക ദിശയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെ എന്താണ് നടന്നത്? കഴിഞ്ഞ ഒക്ടോബർ 7 2023 ആ ഹമാസ് പെട്ടെന്നുള്ള ആക്രമണം കഴിഞ്ഞതിന് ശേഷം ഒത്തിരിയേറെ പ്രതിഭാസങ്ങൾ നമ്മൾ ആ ഒരു റീജിയനിൽ കണ്ടു. അതിനകത്ത് ഇസ്രായേലിനെ പല ദിശയിൽ നിന്നും ഹെസ്ബുള്ളയും ഹമാസും ഹൂതീസും അങ്ങനെയുള്ള എല്ലാവരും കൂടെ ഒറ്റയും പെട്ടയുമായിട്ട് ആക്രമിക്കുന്നത് കണ്ടു. ഇസ്രായേൽ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന കാഴ്ചയും കണ്ടു. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഇന്റർനാഷണൽ മീഡിയ ഉദ്ധരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു
ശരിക്കുമുള്ള ഒരു പ്ലാൻഡ് അറ്റാക്കാണ് ഇസ്രായേലിന്റെ ഒരു ഓൾ ഔട്ട് വാർ എന്ന് പറയാൻ പറ്റും. അതായത് 4 ഭാഗത്തു നിന്നും, അതായത് ഒരു സൈഡിൽ അവർ വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തി ഹെസ്ബുള്ളയുടെ ലീഡറെയും സെക്കൻഡ് കമാൻഡറെയും വരെ കൊല്ലുന്നു. അത് ഓർക്കണം, അത് ലെബനനിലാണ്. ഹെസ്ബുള്ളയുടെ മെയിൻ സുപ്രീം കമാൻഡർ അദ്ദേഹത്തെ അദ്ദേഹം കൊല്ലപ്പെടുന്നത് ലെബനിലാണെങ്കിൽ സെക്കൻഡ് ഇൻ കമാൻഡർ കൊല്ലപ്പെടുന്നത് ഇറാനിലാണ്. ഇറാന്റെ അവരുടെ ആ പ്രസിഡൻഷ്യൽ പാലസിന് അടുത്തുള്ള ബിൽഡിങ്ങിനകത്തു നിന്നാണ് ഇസ്രായേൽക്കാർ ടാർഗറ്റഡ് ആയിട്ട് കൊന്നതെന്ന് വിചാരിക്കണം. അതോടൊപ്പം തന്നെ അടുത്ത സൈഡിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ബോംബാർഡ്മെന്റ് ആണ്. ആ ബോംബാർഡ്മെന്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു കഴിഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ 600-700 പേരുടെ കാഷ്വാലിറ്റിയാണ് അതിനകത്ത് വന്നത്. അതോടൊപ്പം തന്നെ ആ 2-3 ദിവസത്തിന് ശേഷം പിന്നെ നമ്മൾ കണ്ടു പേജർ ബോംബ് അല്ലെങ്കിൽ വാക്കി ടോക്ക് ബോംബ്, അങ്ങനെയുള്ള ഒരു പ്രതിഭാസങ്ങൾ കണ്ടു. ഇലക്ട്രോണിക് ഡിവൈസുകൾ എങ്ങനെയാണ് എത്രയധികം അത്യാധുനികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ദിശയിലേക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് അതിന് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് ഹെവി ബോംബാർഡ്മെന്റ് ഹെവി മിസൈൽസുകൾ ലെബനൻ ബോർഡിലേക്ക് വിടുകയും അങ്ങനെ ഒരു കവർ കൊടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഗ്രൗണ്ട് ഇൻവേഷൻ ഇമിനന്റ് ആണ് എന്നുള്ളത് എല്ലാവരും പ്രൊഡിക്ട് ചെയ്തു. അതാണ് നമ്മൾ കണ്ടത്. ആ ഒരു ഗ്രൗണ്ട് ഇൻവേഷന് അമേരിക്കയുടെ ഇടപെടൽ കാരണം അത് എന്താ പറയുക, ഒരു കൺട്രോൾഡ് വേയിലാണ്. അതായത് അൺലിമിറ്റഡ് ആയിട്ട് പോവാതെ, അൺലിമിറ്റഡ് ആയിട്ട് ഓക്യുപ്പൻസി ആയിട്ട് പോവാതെ നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരണം, ആ ഒരു സ്ട്രാറ്റജിയിലാണ് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ഹമാസുമായിട്ടുള്ള ഫൈറ്റിനകത്ത് ഇസ്രായേൽ ഒത്തിരി ലേൺ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ ചിലന്തി വലകളെ പോലെ നെറ്റ്വർക്കുകൾ, അണ്ടർഗ്രൗണ്ട് ടണലുകൾ നമ്മൾ കണ്ടു. ഈ പറഞ്ഞ ഹമാസിന്റെ ആയുധ ശേഖരങ്ങളും അവരുടെ മുഖ്യമായ ലീഡേഴ്സ് കൺട്രോൾ സെന്ററുകളും എല്ലാം ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഈ ഭൂമിക്ക് അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് ബങ്കറുകളിനകത്തായിരുന്നു, അല്ലെങ്കിൽ കോൺക്രീറ്റ് തുരങ്കത്തിനകത്തായിരുന്നു. അപ്പൊ അതേ തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് ബങ്കറുകൾ അല്ലെ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസ് ഹിസ്ബുള്ളയുടെ ഒരു പാറ്റേണിൽ ഉണ്ട് എന്ന് ഇസ്രായേലിന് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുക വളരെ സ്പെസിഫിക് ആയിട്ട് ഈ പറഞ്ഞ ബങ്കറുകളെല്ലാം പ്രത്യേക അടിച്ചു നിരത്തി ആയുധങ്ങളെ നാമാവശേഷമാക്കിയിട്ട് തിരിച്ചു വരിക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് എന്ന് തോന്നുന്നു സോഫാർ ഇസ്രായേൽ ഒപ്പുവെക്കുന്നത്. അതോടൊപ്പം ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇറാൻ അതിന് പ്രതികരണമായിട്ട് അവർ ബാലിസ്റ്റിക് മിസൈൽ ഇട്ടു. ഏകദേശം 200ഓളം മിസൈലുകളാണ് വിതിൻ മിനിറ്റ്സിനകത്ത് ഇസ്രായേലിലേക്ക് വന്നു വീണത്. അതിനകത്ത് 2 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറ്റും. ഒന്ന്, ഇത്രയും 200 മിസൈലുകൾ വന്നിട്ട് പോലും എന്തുകൊണ്ട് ഇസ്രായേലിൽ വലിയ ആളപായമൊന്നും ഉണ്ടായില്ല? അതിന് 2 റീസണേ ഉള്ളൂ. ഒന്നെങ്കിൽ അവർക്ക് ലക്ഷ്യമില്ലാതെ വെറുതെ ഇവിടെ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് തോന്നുന്നു പേടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളെ പിടിച്ചു നിർത്താനായിട്ട് ഞങ്ങൾക്ക് ജോർദാൻ ക്രോസ് ചെയ്ത് ഡയറക്റ്റ് ബാലിസ്റ്റിക് മിസൈലുകൾ വിടാനുള്ള ധൈര്യമുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം. എന്നാൽ തിരിച്ചു ഞങ്ങളെ ഒത്തിരി അറ്റാക്ക് ചെയ്യരുത് എന്നുള്ളൊരു മെസ്സേജും കൂടെ ആണ് എന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ തോന്നുന്നു. എന്നാൽ ഇസ്രായേൽ തന്നെ വളരെയധികം സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇസ്രായേൽ പറയുന്നത്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ പ്രസ്താവന ഞങ്ങൾ ഇപ്പൊ കേട്ടു, അദ്ദേഹം പറയുന്നത് ഇതിനെ ഞങ്ങൾ ഏത് ലെവലിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഞങ്ങൾ അച്ചീവ് ചെയ്യാതെ പിന്മാറുന്ന പ്രശ്നമില്ല. ഒന്ന്, ഹമാസിനെ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ഹമാസുമായി ബന്ധപ്പെട്ട് ഗാസയിൽ നടത്തിയ ആക്രമണത്തിന് 80% ഹമാസിനെ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. അതിനുശേഷമാണ് തങ്ങളുടെ മറ്റു ശത്രുവായ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുന്നത്. ഇന്നലത്തെ ഒരു പ്രധാന പ്രത്യേകത, ഇന്നലെ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. തെക്കൻ ലെബനിലേക്ക് ഇസ്രായേലിന്റെ വലിയൊരു സൈനിക വിഭാഗം കടന്നു ചെല്ലുന്നു. 25ഓളം ഗ്രാമങ്ങൾ ഒഴിപ്പിക്കുന്നു. അവിടെയൊക്കെ ഈ ഇറാന് ഇടപെടാതിരിക്കാനാവാത്ത പശ്ചാത്തലമുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ സഖ്യകക്ഷികളാണ്, തങ്ങളോട് ചേർന്ന് നിന്ന് വളർന്നു വരുന്നവരാണ് ഈ ഹിസ്ബുള്ളയും മറ്റും. അവരെ ഇത്രയധികം ഇസ്രായേൽ ഇല്ലാതാക്കാൻ പോകുമ്പോൾ ഇടപെട്ടേ പറ്റൂ. പക്ഷെ അത് എന്ത് പ്രത്യാഘാതം ഇറാനിൽ ഉണ്ടാക്കും എന്നതുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന ഹമാസ് ആണെങ്കിലും ഹെസ്ബുള്ള ആണെങ്കിലും ഹൂദീസ് ആണെങ്കിലും അവരെയൊക്കെ മോറലി, മെന്റലി, ഫിസിക്കലി അല്ലെങ്കിൽ ആയുധപരമായിട്ട് അല്ലെ കോച്ചിങ് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് ഇറാൻ റൺ ആയിട്ടുള്ള അവരുടെ ഇറാന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ് എന്ന് കാണാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തേത്, ഇസ്രായേൽ ഒരിക്കലും ഇറാനെ ഡയറക്റ്റ് ആയിട്ട് ആക്രമിക്കുകയോ ഇറാന്റെ സോൾജേഴ്സിനെ കൊല്ലുവോ ഇറാന്റെ ലീഡേഴ്സിനെ കൊല്ലുകയോ ചെയ്തില്ല. എന്നാൽ ഇറാനിൽ പാത്തിരുന്ന ഹിസ്ബുള്ളയുടെ ലീഡേഴ്സിനെയും ഇറാനിൽ പാത്തിരുന്ന ഹമാസിന്റെ ലീഡേഴ്സിനെയും ഈ മണ കൊന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. എപ്പം ഇറാന്റെ ഒരു ഒഫീഷ്യൽ പ്രസ്താവന തന്നെ വന്നിരിക്കുന്നത്, ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിടാനുള്ള റീസണ് ഹിസ്ബുള്ളയുടെ ലീഡേഴ്സിനെ കൊന്നതിന് പ്രതികാരം ചെയ്യാനാണ് എന്നാണ് അവർ പറഞ്ഞത്. അല്ലാണ്ട് ഇറാനിയൻസിനെ ഉപദ്രവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇറാനിയൻ മിലിറ്ററി അപായപ്പെടുത്തിയോ അല്ലെങ്കിൽ ഇറാനിയൻ ലീഡേഴ്സിനെ കൊന്നു എന്നുള്ള ഒരു ഇതിലല്ല. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനെ ഇസ്രായേൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം ചെയ്യാനാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്നാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വേറൊരു പ്രത്യേകത, അമേരിക്കയും പ്രത്യക്ഷമായിട്ട് യുദ്ധത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഏകദേശം 40,000-ലധികം
ഫോഴ്സ് ആണ് ആ റീജിയനിലുള്ളത്. പ്രത്യേകിച്ചും ഈ ഇസ്രായേൽ ഈ ഒരു വാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സഖ്യകക്ഷിയായ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം ഇവിടെ നിന്നുള്ള ഇപ്പോൾ റിപ്പോർട്ട് ഇതിൽ കൂടുതൽ സൈനികരെ അങ്ങോട്ടേക്ക് ഏത് നിമിഷവും ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കാനുള്ള ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു രണ്ട് അത്യാധുനികമായ യുദ്ധക്കപ്പലും കൂടെ ആ ഒരു തീരത്തേക്ക് പോകുന്നതായിട്ട് കണ്ടു. അതോടൊപ്പം പ്രസിഡന്റ് ബൈഡന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരുവാണെങ്കിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് അതിനെ ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് ഡൗൺ ചെയ്യാനുള്ള അധികാരം കൊടുത്തതായിട്ടാണ് ഇവിടുന്നുള്ള റിപ്പോർട്ട്. അതിന്റെ ഒരു ശ്രമമായിട്ട്, ആ ഒരു കമ്പൈൻഡ് ജോയിന്റ് ഇഫേർട്സിന്റെ ഫലമായിട്ടാണ് എന്ന് തോന്നുന്നു. ഏകദേശം ഈ മണിക്കൂറിനകത്ത് ഏകദേശം 200-ലധികം മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈല് വന്നിട്ട് പോലും ആളപായം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഒന്നെങ്കിൽ വെടിവെച്ചിട്ടു, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്തു, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു അയൺക്ലാഡ് ആ ഒരു കവറേജിനകത്ത് ഒന്ന് നുഴഞ്ഞു കയറാനായിട്ട് അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് പറയുന്നത് സജീവൻ ആന്റണി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഏതായാലും ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു എന്ന കാര്യത്തിൽ അത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയായി തന്നെ സ്വാഭാവികമായും ഇസ്രായേൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് എപ്പോൾ സംഭവിക്കുമെന്നതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും നന്ദി ശ്രീ കേണൽ ഡിന്നി, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം പ്രതികരിച്ചതിന്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഇന്നലെ രാത്രിയാണ് 200ഓളം മിസൈലുകൾ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ ടെലവീവിലടക്കം പതിച്ചത്. ഇസ്രായേൽ കാര്യമായ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇസ്രായേലിനെ ഞെട്ടിക്കാൻ ഇറാന് സാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമായി തന്നെ കാണുകയും ചെയ്യാം. ഇസ്രായേലിനെ ഞെട്ടിച്ച ഇറാന്റെ വ്യോമാക്രമണം. נפילות של החיים בנבטים, נפילות בנבטים אחי, נפילות קשות בנבטים, שומע? וואו 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 וואו, הכל נופל לנבטים, אני אומר לך מתקפה אחת החזקות. Look at oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Look at this. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Look at this. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Look at this. Oh my ഇസ്രായേലിന്റെ gosh. വ്യോമാക്രമണത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ. അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് വലിയ തോതിൽ ലഭിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്ര വലിയ ഒരാക്രമണം
ഇസ്രായേലിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് പകരം വീട്ടുമെന്നുള്ള പ്രഖ്യാപനം, അതായത് നമുക്കറിയാം ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ ആക്രമണം ഇറാൻ നടത്തുന്നത്. ബലസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുന്നു. ആക്രമണത്തെ ചെറുത്തതായും ആൾനാശം ഉണ്ടായിട്ടില്ലെന്നും ഇസ്രായേലും അമേരിക്കയും പ്രതികരിച്ചു. ഇതിനിടെ ടെല്ലവീവിൽ നടന്ന വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം.